റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുള്ള തൃശ്ശൂർ ഒരു സ്ഥലം വരെ പോകാനാണ്. ഒന്നെങ്കിൽ ആഴിമല അല്ലെങ്കിൽ കന്യാകുമാരിയാണ് മനസ്സിലുള്ളത്. ഇപ്പോൾ ട്രെയിൻ ട്രിവാൻഡ്രം വരെ ഉള്ളൂ. അവിടെ എത്തിയിട്ട് തീരുമാനിക്കും എന്താ ഏതാന്നൊക്കെ. ജനറലിൽ കയറിയിട്ടാണ് പോണേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വൈകിട്ടിട്ട് വരാം. അപ്പം വണ്ടി വരാറായി. കൊച്ചുവേളി വണ്ടിയാണ്, കൊച്ചുവേളി എക്സ്പ്രസ്. അങ്ങനെ 100 രൂപയുടെ ജനറൽ ടിക്കറ്റ് കൊടുത്ത് കന്യാകുമാരി പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ കൊച്ചുവേളിയിൽ ഇറങ്ങി. സംഭവം ഇവിടെ വരെയുള്ളൂ ട്രെയിൻ. അങ്ങനെ കൊച്ചുവേളി വന്നതല്ലേ എന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ നിൽക്കുമ്പം നല്ല വിശപ്പുണ്ടായി. അപ്പോൾ 2 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി ഇവിടെ കയറി കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് എത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ആൾക്ക് ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ആളുടെ കൂടെ പോയിട്ട് ഇതുപോലെ പഴംപൊരിയും ചായയും കൂടെ കഴിച്ചു. ഈ അമ്മായിയുടെ കടയിൽ നിന്ന്. ആള് പുലിയാണ്. പരിപ്പുവട ഇത് മാത്രം ഉണ്ടാക്കുള്ളൂ, ഇത് മാത്രം ഉണ്ടാക്കുള്ളൂ. ചായ എല്ലാം കുടിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് നോക്കുമ്പോൾ 4:40 നാഗർകോവിൽ വരെ ഡയറക്റ്റ് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ പിന്നെ സെൻട്രൽ വരെ പോയിട്ട് ബസ്സിന് പോകണ്ടെന്ന് വെച്ചു. ഇവിടെ തന്നെ ഞങ്ങൾ ഇരുന്ന് വെയിറ്റ് ചെയ്ത്. അപ്പോൾ 4:40 ഒരു ട്രെയിൻ ഉണ്ട്, നമ്മുടെ നാഗർകോവിൽ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് കാത്തിരിക്കും. അപ്പോൾ ഒരു വണ്ടി അതിൽ കയറിയിട്ട് വേണം കന്യാകുമാരി പോകാനായിട്ട്. നാഗർകോവിൽ ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അങ്ങനെ 45 രൂപയുടെ ജനറൽ ടിക്കറ്റ് കൊടുത്ത് ട്രെയിൻ കയറി. അപ്പോൾ ഇപ്പോൾ നാഗർകോവിൽ എത്തിയിട്ടുള്ളൂ. 7:30 നാഗർകോവിൽ എത്തിയത്. 5 മണിക്ക് നമ്മുടെ ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 7:30 നമ്മൾ എവിടെ നാഗർകോവിൽ. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 25 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട് ഇനിയും കന്യാകുമാരി. അങ്ങനെ സ്റ്റേഷനെത്തി പുറത്തിറങ്ങി. നാഗർകോവിൽ അത്രയും വലിയൊരു സ്റ്റേഷനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ജനത്തിരക്കുണ്ടായിരുന്നു. അപ്പം തന്നെ അവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ആളുകൾ കന്യാകുമാരി പോകാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായി ബസ്. പക്ഷേ ഇവിടെ തോന്നിയ പോലെയാണ് ബസ് വരലും പോലല്ല. അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല കൃത്യമായിട്ടുള്ള ഒരു സമയം. അവിടെ കന്യാകുമാരി ബസ് കാത്തു നിന്നവരെല്ലാവരും കൂടെ ഇടിച്ച് ചവിട്ടി കയറി. ഒരു വിധത്തിൽ എനിക്ക് ബാക്കിൽ സീറ്റ് കിട്ടി. കൂടാതെ ഒരു കാര്യമുള്ളത്, ബസ്സിൽ യാത്ര ചെയ്യുന്ന മിക്ക തമിഴന്മാർക്കും മലയാളം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടേണ്ടി വന്നാൽ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക അവരോട്. അങ്ങനെ പോകുന്ന വഴിക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് കന്യാകുമാരി അങ്ങനെ എത്തി. അവിടെ സെൻട്രൽ തന്നെയായിട്ട് അവിടുത്തെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പോലീസ് സ്റ്റേഷനെല്ലാം അടുത്ത് തന്നെയാണ് അവിടെ. അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലമായിട്ടുള്ള കന്യാകുമാരി നിറയെ ഹോട്ടൽസ് ഉള്ള സ്ഥലത്തേക്ക് അങ്ങനെ ഇറങ്ങി. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അതായത് ലൈവായിട്ട് നമ്മൾ പറയുന്ന മീനുകൾ ഫ്രൈ ആക്കി തരും. പലതരത്തിലുള്ള മീനുകളുള്ളത്. അത് അന്നന്ന് അവർ കടലിൽ നിന്ന് പിടിച്ചിട്ട് വരുന്നതാണെന്നൊക്കെയാണ് പറയണത്. മീനുകളുടെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പൈസയും കൂടും. മീൻ അവിടെ ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് അവർ നന്നാക്കലും. അതുപോലെ മുളകും മസാലയെല്ലാം പുരട്ടി മീനിനെ സെറ്റാക്കി വെക്കലെല്ലാം. ഈ ഒരു ഏരിയ ഈവനിങ് 4 മണി മുതലാണ് ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. രാത്രി ഒരു 12:30-1 മണി വരെയൊക്കെ ഉണ്ടാവും. നന്നായി വൃത്തി നോക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇവിടെ പോവാതിരിക്കുക. കാരണം അത്യാവശ്യം ഒരു വൃത്തിയില്ലായ്മ ഇവിടെ കാണാം എല്ലായിടത്തും. ഓരോ കടകളിലും ഓരോ റേറ്റാണ് മീനുകൾക്ക്. അതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് പൈസ കുറയ്ക്കാൻ നോക്കാം. 130 വിളങ്ങിന് 200, ചെമ്പല്ലി 200. തമ്പി പാറ ഇളവ് പാറ 150. ഇതെല്ലാം കണ്ട് ഈ വഴിക്ക് വരുന്ന ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു ഫിഷ് ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ കന്യാകുമാരി വരുന്നവർ ഈ വഴിക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറുക, ഒരു ഫിഷ് ഫ്രൈ ടേസ്റ്റ് ചെയ്യുക. അത് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അത്യാവശ്യം ടേസ്റ്റി ആയതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും ഡെയിലി വന്ന് കഴിക്കുന്നവരുണ്ട്. കൂടാതെ എല്ലാ കടകളിലും ഇഡ്ഡലി ഉണ്ട്. അങ്ങനെ നമ്മളും 2 ഇഡ്ഡലി പറഞ്ഞു. കുഴപ്പമില്ലാത്ത ഇഡ്ഡലി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടോപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല. കറികളാണെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറികളായിരുന്നു. കൂടാതെ ഒരു ഫിഷ് ഫ്രൈ, അതായത് ഒരു അയില ഫ്രൈ ആണ് പറഞ്ഞത്. അതിന് 120 രൂപയാണ് ഞങ്ങളുടെ നിന്ന് മേടിച്ചത്. ഫിഷ് മുഴുവനായിട്ടും ഓയിലിൽ ഫ്രൈ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് സംഭവം. അടുത്ത് തന്നെ റൂമെല്ലാം എടുത്ത് നമ്മൾ ബാഗെല്ലാം റൂമിൽ വെച്ച് പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കന്യാകുമാരി അമ്പലത്തിൻ്റെ അടുത്തേക്കാണ്.
ഈ വഴിയിലൂടെയാണ് നമ്മൾ അമ്പലത്തിന്റെ അവിടേക്ക് പോകുന്നത്. കടകളെല്ലാം തന്നെ 10 ആകുമ്പോഴത്തേക്കും അടച്ചു തുടങ്ങിയിട്ടുണ്ടായി. കുറച്ചാളുകൾ മാത്രമേ വഴിയിലെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. നൈറ്റ് ഇവിടെ ഹോട്ടലുകളാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും മാക്സിമം 11 മണി വരെ ഓപ്പൺ ആയിട്ടിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് തന്നെ ഓപ്പൺ ആക്കുകയും ചെയ്യും. അമ്പലത്തിനോട് ചേർന്നുള്ള സൈഡ് വഴി കൂടെ വേണം നമ്മൾ കടലിന്റെ തീരത്തേക്ക് എത്തിച്ചേരാനായിട്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ വിവേകാനന്ദ പാറ, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം കാണാൻ പറ്റും. അവിടെ അറ്റത്തായിട്ട് ഒരു പള്ളിയും കാണാം. കന്യാകുമാരി എത്തിയാൽ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗങ്ങളിലാണ്. ഇവിടെ നിന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ വിവേകാനന്ദ റോക്ക് എല്ലാം കാണാൻ പറ്റുക. മാക്സിമം 11:30 ആകുമ്പോഴത്തേക്കും അവിടെയുള്ള സെക്യൂരിറ്റി പോലീസുകാർ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞയപ്പിക്കും. കന്യാകുമാരി വരുന്നവർ തീർച്ചയായിട്ടും രാത്രിയിലുള്ള ഈ ഒരു സൈലന്റ് വൈബ് ആസ്വദിക്കാൻ ഇവിടെ വരണം. തിരിച്ച് നടന്നപ്പം നല്ല ദാഹം, അങ്ങനെ ഒരു ജ്യൂസ് കയറി കുടിച്ചു. തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിന്റെ അവിടെ എത്തിയപ്പം റോഡെല്ലാം വിജനമാണ്. കടകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ടായി. കാരണം രാവിലെ സൂര്യോദയം കാണണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നിട്ടുണ്ടാവണം. ഒരു ചെറിയ കറക്കം കൂടി ആവാന്ന് വെച്ച് നമ്മുടെ ഫിഷ് ഫ്രൈഡ് അവിടെ പോയപ്പം അവിടെ ഫുൾ ക്ലീനിങ് വൈബാണ്. അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ സൂര്യോദയവും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം കാണാൻ പോകണം. ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും. ബായ്.